അരുത്. ഒരു കാരണവശാലും അവൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള ഇടയുണ്ടാകരുത്. അതുമാത്രമല്ല, ദൈവിക ശക്തിയുടെ അത്ഭുത സിദ്ധിയുള്ള ആ മോതിരം അതവൾ ഇനി ആ വിരലിൽ അണിയാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് നമ്മളുടെ പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കും. അത് തടയാൻ എന്താണ് ഘോര ഒരു മാർഗം? നമ്മൾ ഉടനെ പുറപ്പെടുന്നു. ഏത് വിധേനയും ദേവൂട്ടി ക്ഷേത്രത്തിലെത്തുന്നത് തടയണം. ഗഗൻ, അതിനുള്ള അവകാശം നിനക്കുണ്ട്. കാരണം നീ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്. നീ പറഞ്ഞാൽ അവൾ അനുസരിക്കണം. ഇനി സമയം പാഴാക്കാനില്ല. നമുക്കിപ്പൊ തന്നെ പുറപ്പെടാം. അല്ല ഘോര, ക്ഷേത്രത്തിൽ കയറാൻ നമ്മൾ അനുവദിച്ചില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. താലികെട്ട് ക്ഷേത്രത്തിൽ വെച്ച് വേണമെന്നല്ലേ അവള് വാശി പിടിക്കുന്നേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ക്ഷേത്രത്തിൽ കയറാൻ അനുവദിക്കാതെ താലികെട്ടിന് ക്ഷേത്രത്തിൽ കയറാൻ നമ്മൾ അനുവദിക്കുമെന്ന് അവളുടെ അച്ഛനും അമ്മയും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ഇല്ല ഗഗൻ, താലി കെട്ടാനും അവൾ ക്ഷേത്രത്തിൽ കയറില്ല. അതിനുള്ള ഇടം ഈ ഉഗ്രസേന ഘോര ഉണ്ടാക്കില്ല. മഞ്ഞക്കല്യാണം കഴിയുമ്പോഴേക്കും അവൾ നിന്റെ സ്വന്തമായിരിക്കും. പിന്നെ തീരുമാനമെല്ലാം എടുക്കുന്നത് നീയാണ് ഗഗൻ. താലികെട്ട് ഇവിടെ വച്ച് എങ്ങനെ നടത്തണമെന്ന് നീ തീരുമാനിക്കണം. എന്താ, അതിന് നിനക്ക് സാധിക്കില്ലേ? ഘോരയുടെ അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കതിന് സാധിക്കില്ല? മഞ്ഞൾ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. മംഗലാപുരത്തുനിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാർ എന്തിനും തയ്യാറായിട്ട് എത്തിയിട്ടുണ്ട്. അത് നന്നായി. പക്ഷെ ഘോര, ഇന്ന് നമ്മൾ അവളെ തടഞ്ഞാൽ മഞ്ഞൾ കല്യാണത്തിന് അവള് മണ്ഡപത്തിൽ എത്താതിരിക്കോ? അതാ എന്റെ സംശയം. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നിനക്ക് ഞാനല്ലേ ഉറപ്പു തരുന്നത്? അവൾ ഇന്ന് അമ്പലത്തിൽ പോയാലാണ് അവൾ മണ്ഡപത്തിൽ എത്താതിരിക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് അവളെ അതിനു മുമ്പ് തടയണമെന്ന് ഞാൻ പറഞ്ഞത്. വരൂ, ഇപ്പൊ തന്നെ, ഈ ക്ഷണം തന്നെ നമുക്ക് യാത്ര തിരിക്കാം. എല്ലാവരും തയ്യാറാവൂ. ഇവരെന്താ ഇവിടെ? ഈ സമയത്ത് നിങ്ങളാരും എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എല്ലാവരും കൂടി എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടാണെന്ന് തോന്നുമല്ലോ. നിങ്ങളെന്താ ഇവിടെ? എന്തു വേണം? അതൊക്കെ പറയാം. നാളെ ഞങ്ങളുടെ പെണ്ണ് വന്ന് കേറേണ്ട വീടല്ലേ ഇത്? അപ്പൊ എല്ലാം ഒന്ന് വന്ന് കണ്ടേക്കാവെന്ന് കരുതി.